ഹലോ ഗൈസ്, എൻ്റെ ചെരുപ്പ് പൊട്ടിയിരിക്കുകയാണ്. അല്ലോ, അപ്പോൾ ഈ സാധനം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യാനാണ് സാധാരണ പറ്റാറ്. ഇന്നിത് കയറുന്നില്ല. അപ്പോൾ നമ്മളൊരു സൈറ്റ് എഞ്ചിനീയർ ആയതുകൊണ്ട് നമ്മുടെ ഇവിടെ സുലഭമായി കിട്ടുന്ന കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ആണി വെച്ച് കുറേ കുത്തി നോക്കി കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ബൈൻഡിങ് വയർ അഥവാ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കെട്ടുകമ്പി ഉപയോഗിച്ച് ഇത് കെട്ടിവെക്കാം. ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പം നമ്മൾ ഇവിടെ ഒരു ഹോൾസ് ഉണ്ട്. ആ ഹോൾസിലെ കൂടെ ഇങ്ങനെ പുറത്തേക്ക് ഇട്ടു. ആൻഡ് ഇതിൻ്റെ ഉള്ളിലൊരു ഹോൾസ് ഉണ്ട്. ആ ഹോൾസിൻ്റെ കെട്ടുകമ്പി പൊട്ടിപ്പോയി ഗൈസ്. പൊട്ടിയതാലി ചരടുകൾ കാണാം. അപ്പോൾ ഒരു കഷ്ണം പോയാൽ പോട്ടെ. നമ്മൾ നെക്സ്റ്റ് കെട്ടുകമ്പി എടുത്തു. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി വളച്ച് ഇപ്പോൾ നമ്മളിങ്ങനെ പുറത്തേക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പതുക്കെ നമ്മുടെ ചെരുപ്പിൻ്റെ കളറും ഈ കമ്പിൻ്റെ കളറും ഓൾമോസ്റ്റ് മാച്ച് ആയത് കൊണ്ട് വലിയ സീനില്ല. ഇങ്ങനെ വളച്ച് നമ്മളിത് ഇപ്പുറത്തെ ഹോൾസിലെ കൂടെ ഇടണം. ഇപ്പുറത്തെ ഹോൾസിലെ കൂടെ ബട്ട് അവിടെ ബ്ലോക്കാണ് ഗൈസ്. അവിടെ ഒരു ബ്ലോക്ക് ഉണ്ട് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഈ ഹോൾസ് ചെറുതായിട്ടൊന്ന് മാറ്റാം. ഇപ്പോഴത്തെ ഹോൾസിലെ കൂടെ ഇടുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അതാവുമ്പോൾ കാണൂല, പെട്ടെന്ന് കാണൂല. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെരുപ്പുള്ളത്. ഈ ചെരുപ്പിൻ്റെ താഴത്തെ വശത്തിലെ കൂടെ നമ്മുടെ ബൈൻഡിങ് വയർ ഇട്ടു. ഇത് എത്തിയ ബൈൻഡിങ് വയറാണ്, ഞാൻ പുതിയതൊന്നും എടുത്തിട്ടില്ല. ആൻഡ് നമ്മൾ ഇതിൻ്റെ ഹോൾസിലെ കൂടെ എടുത്തു. കെട്ടുകമ്പി ശരിയില്ല. നമ്മൾക്ക് മറ്റൊരു കെട്ടുകമ്പി ഇട്ട് ട്രൈ ചെയ്യാം. കുറച്ചും കൂടി നല്ല കെട്ടുകമ്പി ഞാൻ കിട്ടുമോ നോക്കട്ടെ. അപ്പുറത്തുണ്ടാവും. നമുക്ക് അപ്പുറത്തേക്ക് പോവാം കെട്ടുകമ്പി എടുക്കാൻ. വിത്ത് മൈ പൊട്ടിയ ചെരുപ്പ് ആൻഡ് ബെയർ ഫുട്ട് നമ്മൾക്ക് നടക്കാം. ദിസ് ഈസ് അവർ സൈഡ്. അവിടെ പണിക്കാരനുണ്ട്, അവനെന്നെ കളിയാക്കിയാലോ. ആ ചെരുപ്പ് നമുക്ക് അവിടെ വെക്കാം. ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് തുരുമ്പ് പിടിക്കാത്ത കെട്ടുകമ്പി ഉണ്ടോ നോക്കാം. എന്താ വെച്ചാൽ തുരുമ്പ് പിടിച്ചത് പെട്ടെന്ന് പൊട്ടിപ്പോവും. വാവ വിളിക്കുന്നുണ്ട്, നമുക്ക് പിന്നെ തിരിച്ച് വിളിക്കാം. നമ്മുടെ വ്ളോഗ് കട്ടായി പോയാലോ. ആൻഡ് അത് പകുതി വരെ എടുക്കാൻ പറ്റുന്നില്ല. വാട്സപ്പിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് കെട്ടുകമ്പി അന്വേഷിച്ചുള്ള യാത്രയിലാണ് നമ്മൾ. അവിടെ ആരുമില്ലാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ബിക്കോസ് അവരെ മുമ്പിൽ എനിക്ക് നാണക്കേടാവും. ഈ കുട്ടി എന്താ കളിക്കുന്നത് എന്ന് വിചാരിച്ച് എനിക്ക് നാണക്കേടാവും. സോ ഇവിടെ ആരുമില്ല. അപ്പോൾ നമുക്കൊരു കെട്ടുകമ്പി കിട്ടി. ദിസ് ഈസ് ഓൾസോ സം തുരുമ്പ് പിടിച്ചത്. ആൻഡ് നമുക്ക് നല്ലത് കിട്ടുമോ നോക്കാം. നല്ലത് ഇവിടെ എവിടെയെങ്കിലും വച്ചിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ നിഗമനം. അതൊരു പൂച്ച ചത്തിട്ടുണ്ടല്ലോ.
കെട്ട് കമ്പി കിട്ടി ഗൈസ്. ഇതിൽ കൂടെ നടക്കാൻ പേടിയാവുന്നുണ്ട് എനിക്ക്. എന്താ വെച്ചാൽ കണ്ടോ, കെട്ട് കമ്പി കിട്ടി. അതവിടെ ഒരു പൂച്ച ചത്തിട്ട്. ഇതെന്താ ഇവർ നോട്ടാക്കാത്തതെന്ന് എനിക്കറിയില്ല. ഇതെങ്ങനെ മുറിക്കലെന്നും എനിക്കറിയില്ലല്ലോ ഭഗവാന്. മുറിക്കേണ്ട സാധനവുമില്ല. ക്യാക്കറും ആരും വരാതിരുന്നാൽ മതിയായിരുന്നു. നമുക്ക് നാറുന്നുണ്ട്, ചക്കയുണ്ട്, കെട്ടുകമ്പിയുണ്ട്, പൂച്ച ചത്തിട്ടുണ്ട്, എല്ലാം ഉണ്ട് ഇടാം. പൊട്ടിക്കാൻ പറ്റുന്നില്ല ഗൈസ്. നമുക്ക് തൽക്കാലം ഇവിടെ ഇല്ലതൊന്നും എടുക്കാം, പൊട്ടിയിട്ടുള്ളതൊന്നും എടുക്കാം. കുറച്ച് വലിയൊരു കമ്പിയുണ്ട്, ഇത് ഭയങ്കര വലുതാവും. ഇത് എത്ര തുറന്നിച്ചിട്ടാൻ തോന്നുന്നു. തുരുമ്പന്നെ, ഫുള്ള് തുരുമ്പന്നെ. ഇത്രയും വലിയ സൈറ്റിലൊരു കഷ്ണം കെട്ട് കമ്പി എടുക്കും. 12:40 ആവാറായി. അവർ വരുന്നതിന് പെട്ട് എനിക്കിത് ഇവിടുന്ന് മോഷ്ടിക്കണം. ഇത് പൊട്ടിക്കാൻ പറ്റുന്നില്ല. ഇപ്പം നല്ല കെട്ട് കമ്പി കിട്ടണം എന്നുള്ളത് നമുക്ക് പറ്റുന്നില്ല. അത് വലിയ റോളല്ലേ, സോ എടുക്കാൻ പറ്റുന്നില്ല. പണിക്കാരൻ ആരെയും കണ്ടാൽ നാണക്കേടാവും എനിക്ക്. സോ നമുക്ക് മോശം കിട്ടുന്നെങ്കിൽ മോശം കിട്ടുന്നുണ്ട്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത്ര വലുത് നല്ലോണം വലുതായില്ലേ. ദിസ് ഈസ് ഫൈനൽ വീഡിയോ. ഞാൻ നിങ്ങൾക്ക് ചെരുപ്പിട്ട് കാണിച്ചു തരാം. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക്. എന്താ വെച്ചാൽ അവരിങ്ങനെ കൊള്ളും. നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയത്തേക്കെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഫീൽഡ് വിട്ടാലും എനിക്കൊരു ചെരുപ്പ് കുത്തിയായി ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ ഇതിൽ കൂടെ തെളിയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ചെരുപ്പിട്ട് കാണാം. യെസ്, കംഫർട്ടബിൾ. അപ്പോൾ ഓക്കെ, ബൈ.